എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. ഇനി കേരളത്തെ പിണറായി വിജയൻ നയിക്കും. എതിർപ്പില്ലാതെ VS. കേരളത്തിന്റെ കാസ്ട്രോയാണ് VS എന്ന് യെച്ചൂരി. തുടർന്നും പാർട്ടിക്ക് ഉപദേശങ്ങൾ നൽകും. VS is like Fidel Castro for Kerala. Like Fidel is for Cuba today, advising, guiding and inspiring. VS will continue to play that role. മന്ത്രിമാരെ നിശ്ചയിക്കാൻ മറ്റന്നാൾ സെക്രട്ടേറിയറ്റ്. LDF യോഗവും മറ്റന്നാൾ. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തേക്കില്ലെന്ന് സൂചന. നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കും. രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടാൻ ഗ്രൂപ്പ്. തോൽവിയുടെ ഉത്തരവാദിത്തം തനിക്കുമുണ്ടെന്ന് ഉമ്മൻചാണ്ടി. രാജിക്കത്ത് ഗവർണർക്ക് കൈമാറി. തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ കൂട്ടപ്പൊരിച്ചിൽ. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ കർക്കശ നിലപാടെടുത്തില്ലെന്ന് VD സതീശൻ. പാർട്ടിയുടെ അടിത്തളയിറങ്ങിയെന്ന് പത്മജ. ഇടുക്കിയിലും പത്തനംതിട്ടയിലും തർക്കം. പരസ്യ പ്രസ്താവന വിലക്കി സുധീരൻ. കൊടുവള്ളിയിലെ പരാജയം അന്വേഷിക്കാൻ ലീഗ്. ബംഗാളിൽ മമതാ ബാനർജി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ 27-ന്. ബംഗാളിനാകെ വ്യാപകാക്രമം. തമിഴ്നാട്ടിൽ ജയലളിതയെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. അസമിൽ സർക്കാർ രൂപീകരണത്തിന് BJP നീക്കം തുടങ്ങി. നീറ്റ് പ്രവേശന പരീക്ഷ ഈ വർഷം ഒഴിവാക്കാനുള്ള ഓർഡിനൻസിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. നീക്കം സുപ്രീം കോടതി വിധി മറികടക്കാൻ നടപടി സംസ്ഥാനങ്ങൾ പ്രായോഗിക ബുദ്ധിമുട്ട് അറിയിച്ച പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ കേരളത്തെ നയിക്കും. പിണറായി വിജയൻ കേരളത്തിന് മുഖ്യമന്ത്രിയാകും. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് പാർലമെന്ററി പാർട്ടി നേതാവായി പിണറായിയെ തീരുമാനിച്ചത്. സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് വിളിച്ചുവരുത്തി പാർട്ടി തീരുമാനം VSനെ അറിയിച്ചു. VSന് ക്യാബിനറ്റ് റാങ്കോടുകൂടിയുള്ള പ്രത്യേക പദവി നൽകാൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. അതേസമയം VS കേരളത്തിലെ ഫിദൽ കാസ്ട്രോ ആണെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. രാവിലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഐക്യകണ്ഠേന പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത്. യോഗം തുടങ്ങി 1 മണിക്കൂറിന് ശേഷം VSനെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി. തൊട്ടു പിന്നാലെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരട്ടും യോഗത്തിൽ പങ്കെടുക്കാനെത്തി. പിണറായി വിജയനെ പാർലമെന്ററി പാർട്ടി നേതാവായി തീരുമാനിച്ച കാര്യം കേന്ദ്ര നേതാക്കൾ VSനെ അറിയിച്ചു. പാർട്ടി തീരുമാനത്തോട് VS എതിരഭിപ്രായങ്ങളൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് സൂചന. ഉച്ചയ്ക്ക് ശേഷം നടന്ന സംസ്ഥാന സമിതി യോഗം സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം അംഗീകരിച്ചു. VSന്റെ സാന്നിധ്യത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി തീരുമാനം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചു. Considering Comrade VS's age and his physical limitations today, and recognizing his role and continuing to recognize and the fact that he'll continue to play that role, Comrade Pinarayi Vijayan will be proposed as the leader of the LDF legislative party. VSനെ കേരളത്തിലെ ഫിദൽ കാസ്ട്രോ എന്നാണ് യെച്ചൂരി വിശേഷിപ്പിച്ചത്. കാസ്ട്രോ പോലെ തുടർന്നും VS പാർട്ടിക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുമെന്ന് യെച്ചൂരി പറഞ്ഞു. VS is like Fidel Castro for Kerala. Like Fidel is for Cuba today, advising, guiding and inspiring. VS will continue to play that role. അതേസമയം VSന് ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള പ്രത്യേക പദവി നൽകാനാണ് പാർട്ടി ആലോചിക്കുന്നതെന്ന് സൂചനയുണ്ട്. ഞായറാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ VSന്റെ കാര്യത്തിലും മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരുടെ കാര്യത്തിലും തീരുമാനമുണ്ടായേക്കും. അന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ മന്ത്രിസഭാ പ്രായത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഇടതുമുന്നണി യോഗവും ചേരും. കാർക്കശ്യക്കാരനായ രാഷ്ട്രീയ നേതാവിൽ നിന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പിണറായി വിജയൻ എത്തുന്നത്. LDF വന്നു, മുഖ്യമന്ത്രിയായി. ഇനി എല്ലാം ശരിയാകുമോ? കാത്തിരുന്നു കാണാം. AK സെന്റർ മുന്നിൽ നിന്ന് സേഫ് സൈനുൽ അബ്ദീൻ, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ ശ്രീ K വേണു, ശ്രീ NB ചെക്കുട്ടി, ശ്രീ TN പ്രതാപൻ, ശ്രീ PM മനോജ്, ശ്രീ A ഷുക്കൂർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. ചർച്ചയിലേക്ക് BJP നേതാവ് ശ്രീ AN രാധാകൃഷ്ണൻ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം ശ്രീ K വേണു, നവകേരള സൃഷ്ടിക്ക് പിണറായി വിജയന്റെ നായകത്വം സഹായകരമാകുമോ? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ എത്ര പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കണം കേരളം? ഇടതുമുന്നണി മുന്നോട്ട് വച്ചിട്ടുള്ള രാഷ്ട്രീയ പരിപാടി ഫലപ്രദമായി നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു ഭരണം നടപ്പിലാക്കാനുള്ള സാധ്യതകൾ അവരുടെ മുന്നിലുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് വളരെ അടിസ്ഥാനപരമായ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം നേരിടുന്നുണ്ട്. അഴിമതിയുടെ കാര്യം തന്നെ നോക്കുക. സുതാര്യമായൊരു ഭരണം എന്നുള്ള മുദ്രാവാക്യം എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഞങ്ങളത് നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഫലപ്രദമായി അത് നടപ്പിലാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരു CPM-ന്റെ നേതൃത്വത്തിലുള്ളൊരു മുന്നണിക്ക് എത്രത്തോളം കഴിയും എന്ന ആശങ്ക എനിക്കുണ്ട്. കാരണം
അവരുടെ സമീപനങ്ങളിൽ പൂർണ്ണമായ ഒരു ജനാധിപത്യവൽക്കരണം നടന്നിട്ടില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. സുതാര്യമായ ഭരണം എന്ന് പറയുമ്പോൾ വളരെ തുറന്ന രീതിയിൽ പൂർണ്ണമായ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണ പ്രക്രിയ തന്നെ വളർത്തിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഡൽഹിയിൽ കെജ്രിവാളിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവർ കുറേ സുതാര്യവൽക്കരണം നടക്കുകയുണ്ടായി. അതിൻ്റെ കുറേ നേട്ടങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു. അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടുകൂടി ഇവിടെ അത്തരമൊരു സമീപനം നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. ആ രീതിയിൽ അഴിമതിയെ കുറേയെങ്കിലും കുറയ്ക്കാനെങ്കിലും കഴിഞ്ഞാൽ അതൊരു വലിയ മുന്നേറ്റം തന്നെയായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ മുഴുവൻ തന്നെ നിയന്ത്രണം ഒരു വലിയ പരിധിവരെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് അഴിമതി ഇല്ലാതാക്കാൻ, ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിലൂടെ അഴിമതി ഇല്ലാതാക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് കാര്യമായി മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. ആ അനുഭവം വെച്ച് നോക്കുമ്പോൾ അക്കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്കയുണ്ട്. പിന്നെ ഒട്ടേറെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേരള മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെയധികം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുടെ അവസ്ഥ എന്താണ് ഇന്ന്? ഏറ്റവും രോഗാതുരമായൊരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ആരോഗ്യമേഖല കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, വിദ്യാഭ്യാസ മേഖല കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രകൃതി നാശം എന്ന് പറയുന്നത് അതിഭീകരമായൊരവസ്ഥയിലെത്തിയിരിക്കുന്നു. അതിനുള്ള എല്ലാ അധികാരം മുഴുവനും തന്നെ പ്രാദേശിക തലത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു കോറിക്ക് അനുവാദമുള്ളിടത്ത് 4, 5, 10 കോറികളൊക്കെ ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ട്. അത് എളുപ്പവുമല്ല പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് അസാധ്യവുമാണ്. തുടരുക ശ്രീ കെ വേണു. ശ്രീ ടി.എൻ. പ്രതാപൻ വൈദ്യുത മന്ത്രിയായിരിക്കെ ഭരണാധികാരി എന്നുള്ള നിലയിൽ കഴിവ് തെളിയിച്ച ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹത്തോട് നിങ്ങളുടെ സമീപനം മുൻവിധിയോടുകൂടിയാണോ, അതോ പിണറായിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണാം, അതുവരെ കാത്തിരിക്കാം എന്നാണ്? ഞങ്ങളുടെ വർത്തമാനകാല സമീപനം ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരോട് നന്ദി പറയുന്ന സന്ദർഭത്തിൽ സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രതിപക്ഷ നിലപാട് എന്താണെന്നുള്ളത് ശ്രീ A.K. ആന്റണി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ തന്നെ എങ്ങനെയായിരിക്കണം ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മുൻപെല്ലാം കേരളത്തിലെ പ്രതിപക്ഷം നിഷേധാത്മകമായ പ്രതിപക്ഷമാണ്. കഴിഞ്ഞ 5 വർഷവും കേരളത്തിലെ പ്രതിപക്ഷം നിഷേധാത്മകമായ പ്രതിപക്ഷമായിരുന്നു. ശ്രീ A.K. ആന്റണി ആയിരുന്നു കേരളത്തിൽ ആദ്യമായ ഒരു പ്രതിപക്ഷ ധർമ്മം, കേവലം ഭരണകക്ഷിയെ എതിർക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷത്തിന് ഒരു ക്രിയാത്മകമായ ഇടപെടൽ ജനാധിപത്യത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയത്. അത് പറയുക മാത്രമല്ല പ്രവൃത്തിയിലും കൊണ്ടുവരികയുണ്ടായി. അതേ സമീപനം ശ്രീ A.K. ആന്റണി കേരളത്തിൽ പഠിപ്പിച്ച ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ ധർമ്മമുണ്ട്. ആ പ്രതിപക്ഷ രാഷ്ട്രീയ ധർമ്മം തന്നെയാണ് ഇന്ന് സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആദ്യം രാഷ്ട്രീയ പക്ഷപാതിത്വമില്ലാതെ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കണ്ട് ഒരു ഭരണകൂടത്തിൻ്റെ പൂർണ്ണമായ നീതിബോധത്തോടുകൂടി കണ്ട്, നേരത്തെ കെ വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള ഔദ്യോഗിക തലങ്ങളിലെ അഴിമതികൾ വിമുക്തമാക്കി, രാഷ്ട്രീയ പക്ഷപാതിത്വം പൂർണ്ണമായി വിമുക്തമാക്കി. ഇന്ന് ക്രിമിനൽ വൽക്കരണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഞാനിപ്പോൾ വരുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. അവിടെ ഒരു ചെറുപ്പക്കാരൻ സംഘർഷത്തിൽ മരിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആഹ്ലാദ പ്രകടനത്തിനിടയിൽ സംഘടനമുണ്ടായി ഒരു പൊതുപ്രവർത്തകൻ മരിച്ചതിൻ്റെ ദുഃഖം സമൂഹത്തിൽ കണ്ടിട്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് ചാനൽ ചർച്ചയ്ക്ക് വന്നത്. ഇതെല്ലാം പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചില അമിതമായ രാഷ്ട്രീയവൽക്കരണവും അതിനുണ്ടാകുന്ന ക്രിമിനൽ വൽക്കരണമൊക്കെയുണ്ട്. അതിൽ നിന്നും മോചിതമാകുന്ന, അതോടൊപ്പം കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യ വിഭവശേഷിയും പ്രകൃതി വിഭവശേഷിയുമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇത്രമാത്രം പ്രകൃതി വിഭവശേഷി ദൈവം നൽകിയ ഒരു മണ്ണ് വേറെയില്ല. അമിതമായ ചൂഷണം നേരിട്ടുകൊണ്ട് ഭാവി തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കാനുള്ള കരുതൽ ധനം മെല്ലെ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അത് അപകടകരമായ രീതിയിലേക്കാണ് ആ ചൂഷണം പോകുന്നത്. അതുകൊണ്ട് ഈ 44 നദികളുള്ള കേരളത്തിൽ കുടിക്കാൻ ജലമില്ല. തീർച്ചയായും അങ്ങനെ ഒരു സമഗ്രമായ വീക്ഷണം ആവശ്യമുണ്ട് പുതിയ സർക്കാരിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ ടി.എൻ. പ്രതാപൻ, ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ അതിലേക്കൊക്കെ വരാം. ശ്രീ A.N. രാധാകൃഷ്ണൻ, പിണറായി വിജയൻ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകുന്നു. BJP എങ്ങനെയാണ് CPIM-ന്റെ ഈ തീരുമാനത്തെ കാണുന്നത്? ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കേരളം ഇപ്പോൾ എത്തി നിൽക്കുന്ന പരിതസ്ഥിതിയിൽ കേരളത്തെ കുറെ കൂടിയൊക്കെ മുൻപോട്ട് നയിക്കാൻ പ്രാപ്തനായ ഒരു നേതാവ് എന്നുള്ള നിലയിൽ, ആ തരത്തിലുള്ള മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ BJP ഉൾക്കൊള്ളുന്നുണ്ടോ അദ്ദേഹത്തെ? ഇല്ല, കഴിഞ്ഞ 5 വർഷക്കാലം
ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ, ബഹുമാനനായ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള ഒട്ടനവധി അഴിമതി ആരോപണങ്ങളും അരാജകത്വവും ഒക്കെ ജനങ്ങളിൽ വലിയ മടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ അഴിമതി സർക്കാരിനെതിരായി വ്യാപകമായ പ്രതിഷേധം ഈ പ്രാവശ്യം ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും ആ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ കാണുന്നത്. തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം ഒരു ജനാധിപത്യത്തിൻ്റെ എല്ലാ ഉന്നതമായ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ, സർക്കാരിന് നല്ല രീതിയിൽ നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അവസരമൊരുക്കണം എന്നാഗ്രഹിക്കുകയും അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പരിചയമുള്ള ശ്രീമാൻ പിണറായി വിജയൻ്റെ ബോഡി ലാംഗ്വേജ്, ആ ബോഡി ലാംഗ്വേജിൽ അദ്ദേഹം എത്രത്തോളം മാറ്റമുണ്ടാക്കും, നമ്മൾ പരിചിത കുറേ കാലങ്ങളായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ അദ്ദേഹത്തിൻ്റെ നടപ്പും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഇടപെടലുകളും ചില വിഷയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളും ഒക്കെ കേരളം പലപ്പോഴും ഇതുപോലുള്ള രാത്രി ചർച്ചകളിൽ നമ്മൾ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. തീർച്ചയായും ആ രാഷ്ട്രീയ നേതാവിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റത്തിൽ അദ്ദേഹത്തിന് പിണറായിയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്കുള്ള ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ആ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം എത്രത്തോളം വളരെ ഫ്ലെക്സിബിലിറ്റി അതിലുണ്ടാക്കും എന്ന് കേരളം വളരെ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. തീർച്ചയായും അത് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ എത്തിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ നടപടികളിലൂടെ അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടരുക. ശ്രീ NP ചേക്കുട്ടി, 92 വയസ്സുള്ള VS അച്യുതാനന്ദന് പകരം 72 വയസ്സുള്ള പിണറായി വിജയനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് CPIM തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനം ഇതാണോ, അതോ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പങ്കാളി എന്നുള്ള നിലയിൽ VS അച്യുതാനന്ദന് കൂടി കുറച്ചുനാൾ അവസരം കൊടുക്കണമായിരുന്നോ? അങ്ങനെയൊരു പങ്കാളിത്ത വിതരണത്തിനുള്ള ഒരു സംഗതിയല്ല അധികാരം എന്ന് പറയുന്നത്. ആളുകൾക്കൊക്കെ ലേശം ഡിവൈഡ് ചെയ്ത് കൊടുത്ത് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള ഇടപാടല്ല. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരു അജണ്ട മുമ്പിൽ വെച്ചുകൊണ്ട് അത് നിർവഹിക്കാൻ കരുത്തുള്ള ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളെ അതിനുവേണ്ടി നിയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മളിപ്പം കോൺഗ്രസിലോ അതിന് മറ്റ് ബൂർഷ്വാ പാർട്ടികളിലൊക്കെ മാതിരി ഒരു രാഷ്ട്രീയ നേതാവിന് അധികാരത്തോട് മാത്രമാണ് താല്പര്യം എന്ന് കരുതരുത്. പ്രത്യേകിച്ച് പിണറായി വിജയൻ ഈ പദവിയിലേക്ക് വരുമ്പോഴേ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഇത്രയും കാലം ഇങ്ങനെ ഒരുപാട് ശ്രമം നടത്തിയതല്ല. അദ്ദേഹത്തെ ആ പാർട്ടി അതിനുവേണ്ടി നിയോഗിച്ചതാണ്. ആ പാർട്ടി അദ്ദേഹത്തോട് പറഞ്ഞു നാളെ ഇതിന് ചെയ്യേണ്ട എന്ന് പറഞ്ഞ ഒരു പക്ഷേ അദ്ദേഹം അത് മാറി നിൽക്കുകയും ചെയ്യും. അപ്പൊ അത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് നമ്മൾ അനാവശ്യമായിട്ട് ഇത് ഒരു സ്ഥാപിത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അധികാരം കയ്യിലെടുക്കാനുള്ള അല്ലെങ്കിൽ കീശയിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ കാണുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി വിജയനാണ് ആ പാർട്ടിയിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള്, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആള്. അദ്ദേഹത്തിന് പാർട്ടിയിൽ മാത്രമല്ല പൊതുസമൂഹത്തിനകത്തും വലിയ ആക്സെപ്റ്റൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും VSനെ പോലുള്ള ഒരാൾക്ക് 92 വയസ്സിൽ ഏറ്റെടുക്കാവുന്ന ഒരു ചുമതലയല്ല ഒരു മുഖ്യമന്ത്രിയുടെ പദവി. ഒരു 90കളിലോ 10-15 വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന മാതിരി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഡൽഹിയിൽ പാർലമെന്റ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇരുന്നിട്ടോ മാത്രം നമുക്ക് ഈ രാജ്യത്തെ ഭരണം നടത്താൻ കഴിയില്ല. ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ദൈനംദിനമായിട്ടുള്ള ഇടപാടുകളിൽ അങ്ങേയറ്റം പ്രൊആക്റ്റീവായിട്ട് ഇടപെടേണ്ട ഒരു പദവി കൂടിയാണ്. അത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ VS അല്ല, പിണറായി തന്നെയാണ് ഈ കാര്യത്തിൽ ഏറ്റവും യോഗ്യൻ. യാതൊരു തർക്കമില്ല. ഇത് ഞാൻ ഇന്ന് പറയുന്നതില്ല. 3 മാസം മുമ്പ് ഇടതുപക്ഷം അഥവാ വരികയാണെങ്കിൽ ആരാണ് എന്ന് ചോദ്യം വന്നപ്പോൾ ഞാൻ അന്നും പറഞ്ഞതാണ് VSനേക്കാൾ എന്തുകൊണ്ടും ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും യോഗ്യൻ എന്നുള്ളത്. റൈറ്റ്. ശ്രീ PM മനോജ്, പിണറായി വിജയൻ ആയിരിക്കും ഞങ്ങൾ ജയിച്ചാൽ കേരളത്തെ നയിക്കുക എന്ന് വോട്ട് ചെയ്ത വോട്ടർമാരോട് മുൻകൂട്ടി പറയാതിരുന്നത് എന്താണ്? ഇപ്പോൾ VS അച്യുതാനന്ദൻ വരും എന്ന് കരുതി വോട്ട് ചെയ്ത ആളുകളോട് ഇപ്പോൾ പിണറായിയെ മുഖ്യമന്ത്രിയാക്കുന്നത് ഒരു വഞ്ചനയാണ് എന്ന വാദം ഒരു പക്ഷേ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. അങ്ങനെ ഒന്നുണ്ടോ? മുഖ്യമന്ത്രി ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ ഈ പറഞ്ഞത് ന്യായമാണെന്ന് പറയാം. ഇവിടെ കേരളത്തിൽ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിച്ചത് സഖാവ് പിണറായി മാത്രമാണ്. സഖാവ് VS നിലവിലെ പ്രതിപക്ഷ നേതാവാണ്, നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്.
ആരാണ് മുഖ്യമന്ത്രിയാവുക എന്ന ചോദ്യം വന്നപ്പോൾ CPIM ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തീരുമാനിക്കും, ഞങ്ങൾക്ക് അതിൽ യാതൊരു ആശയക്കുഴപ്പവുമില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ച് വരുന്ന സാമാജികരിൽ നിന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന്. ഇന്നലെ ആ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ഫലം പുറത്തു വന്നത്. ഇന്ന് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു, സ്റ്റേറ്റ് കമ്മിറ്റി യോഗം ചേരുന്നു, കേന്ദ്ര നേതൃത്വം ഒരു പേര് നിർദ്ദേശിക്കുന്നു, ആ നിർദ്ദേശിച്ച പേര് സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുന്നു, അത് കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയിൽ വെക്കുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നു, അത് കഴിഞ്ഞ് പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി പത്രസമ്മേളനം വിളിച്ച് ആ പത്രസമ്മേളനത്തിൽ നിലവിലുള്ള പ്രതിപക്ഷ നേതാവും അതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും സന്നിഹിതരായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നു. ഒരു കാലതാമസവും വന്നില്ല, ഒരു ആശയക്കുഴപ്പവും വന്നില്ല, അതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചയോ വിവാദമോ പാർട്ടിക്കകത്ത് വന്നില്ല. അതുകൊണ്ട് പുറത്ത് അസൂയാലുക്കളും അങ്ങനെ ആഗ്രഹമുള്ള ഈ പാർട്ടിക്കകത്ത് ഇത്രയും മിന്നുന്ന ഇത്രയും ഉജ്ജ്വലമായ വിജയം നേടിയതിനു ശേഷം എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇതൊക്കെ ഈ വിവാദമാക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും. അതിലപ്പുറം CPIMനെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കേരളത്തിൽ CPIMനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ജനങ്ങളെയോ ബാധിക്കുന്ന ഒരു വിഷയമായി അത് വന്നിട്ടില്ല. എനിക്ക് ഈ ചർച്ച വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ശ്രീ TN പ്രതാപനും അതുപോലെ ശ്രീ AN രാധാകൃഷ്ണനും ഒക്കെ പറഞ്ഞ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതായത് കേരളത്തിൻ്റെ മുമ്പിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ ഇല്ലയോ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടോ, അതിനുള്ള ആർജവമുള്ള നേതൃത്വമുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജ്, ഇപ്പോൾ നരേന്ദ്രമോദി സുന്ദരനും താടി എല്ലാ ദിവസവും ഇങ്ങനെ വെട്ടി ഒതുക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹം മഹാനാണ്, അദ്വാനി മോശമാണ് എന്ന ധാരണയൊന്നും നമുക്കാർക്കും വേണ്ടതില്ല. ആളുകൾ രാഷ്ട്രീയമായി എങ്ങനെയാണ് ഇടപെടുന്നത്, ആ നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണം സഖാവ് പിണറായി വിജയൻ 1996 സഖാവ് EK നായനാർ നയിച്ച മന്ത്രിസഭയിൽ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയായി എങ്ങനെ പ്രവർത്തിച്ചു എന്ന ഉദാഹരണമാണ്. ആ ഉദാഹരണം ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെ വാഴ്ത്തുപാട്ട് പാടുന്നില്ല. പക്ഷേ ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി സഖാവ് പിണറായി CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്ത് എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന പത്രങ്ങൾ എഴുതിയ കാര്യങ്ങളുണ്ട്, എഴുതിയ മുഖപ്രസംഗമുണ്ട്. സഖാവിനെ കേരളത്തിൻ്റെ ഈ ഭരണ നേതൃത്വത്തിൽ നിന്ന് വളരെ ഉചിതമായ ആർജവമുള്ള ഏറ്റവും നന്നായി കേരളത്തെ നയിക്കാൻ കഴിയുന്ന ഭരണ നേതൃത്വത്തിൽ പാർട്ടി സ്വന്തമാക്കുന്നു എന്നാണ് ആക്ഷേപം. അപ്പോൾ ഭരണാധികാരി എന്ന നിലയിൽ കേരളം അംഗീകരിച്ച, എതിരാളികൾ പോലും അംഗീകരിച്ച അത് ഏതെങ്കിലും മാർക്സിസ്റ്റുകാരൻ്റെ ഭരണാധികാരിയായിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾക്ക് മാത്രം പ്രാപ്യനായ ഭരണാധികാരിയായിട്ടല്ല. തീർച്ചയായും അദ്ദേഹം ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തീർച്ചയായും താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു. ശ്രീ K. വേണു, താങ്കളുടെ അഭിപ്രായത്തിൽ CPIMന് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും ഉത്തമമായ ചോയ്സ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ തന്നെയാണോ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ശരിയായ രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കുക, അതിൻ്റെ ഫലമായി ജനവിധി കൃത്യമായ രീതിയിൽ തന്നെ പുറത്തു വരിക, ആ സമയത്ത് സ്വാഭാവികമായും അതിൽ മുൻതൂക്കം നൽകുന്ന അതിനേറ്റവും അധികം ജനപിന്തുണ ലഭിച്ച പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയാണെങ്കിൽ മുന്നണി, അതിൻ്റെ നേതൃത്വ പാർട്ടി, അവരാണ് അതിൻ്റെ നേതൃത്വത്തെ തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ നേരിട്ടല്ലല്ലോ നമ്മളിവിടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട MLAമാർ തന്നെയാണ് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. അതിനപ്പുറത്തുള്ള മറ്റഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. ജനവികാരത്തിൻ്റെ ഭാഗമായി അച്യുതാനന്ദനോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അച്യുതാനന്ദൻ തീർച്ചയായും ഇവിടെ ഈ ഇടതുമുന്നണിയുടെ വിജയത്തിന് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നൊക്കെ അംഗീകരിക്കാം. പക്ഷെ അപ്പോൾ പോലും ജനാധിപത്യ പ്രക്രിയയിൽ അത് സ്വാഭാവികമായ രീതിയിൽ തന്നെയാണ് നടക്കേണ്ടത്. അതാണിപ്പോൾ നടന്നിട്ടുള്ളത്. അതിൽ അസ്വാഭാവികമായോ തെറ്റായോ ഒന്നും ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറത്ത് ബാക്കി ആർക്കും അതിലൊന്നും പറയാനുമില്ല എന്നുള്ളതാണ്. അധികാരത്തിൽ വന്ന മുന്നണിക്ക്, ഭൂരിപക്ഷം കിട്ടിയ മുന്നണിക്ക് അവരുടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാനും അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും അവകാശമുണ്ട്, അധികാരമുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ ശ്രീ TN പ്രതാപൻ, ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി അവരുടെ നേതാവിനെ തീരുമാനിക്കുക എന്നുള്ളതാണ്. അതിൽ മറ്റുള്ള ആളുകൾക്ക് അഭിപ്രായം പറയാം കേവലമായി എന്നതിനപ്പുറത്ത് ഇന്ന ആൾ വേണം എന്ന് നിർബന്ധം പിടിക്കാൻ ആകില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യത തെളിഞ്ഞ് തെരഞ്ഞെടുപ്പ് വിജയം വന്ന് പിറ്റേന്ന് തന്നെ CPIM അനായാസമായി അവരുടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അക്കാര്യത്തെ നമ്മൾ സാധാരണ പോലെ കണ്ടാൽ പോരെ, അതിനപ്പുറത്തുള്ള എന്തെങ്കിലും പ്രത്യേകത അതിനുണ്ടോ? ആ കാര്യം സത്യമാണ്. ആര് അധികാരത്തിൽ വന്നാൽ
ആ പാർട്ടിക്കാണ് ആ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം. ആ മുന്നണിക്കാണ് ആ മുന്നണി ആര് നിയമസഭയ്ക്കകത്ത് നയിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം. അതിലിടപെടാൻ പുറത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ മാധ്യമങ്ങൾക്കോ മറ്റാർക്കും അവകാശമില്ല എന്നുള്ള ജനാധിപത്യപരമായ മര്യാദയും ജനാധിപത്യപരമായ കീഴ്വഴക്കവും പൂർണ്ണമായും അംഗീകരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ പിണറായി വിജയനെ പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തത് കേരളീയ സമൂഹം ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായതുകൊണ്ട് അതേപടി സ്വീകരിക്കും. അതിനിടയിൽ ഒരു വാക്കുകൂടി പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം തരണം. നമ്മളൊക്കെ നാട്ടുപുറത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ നല്ല ഇടതുപക്ഷത്തിൽ ഒരുപാട് എൻ്റെ നാട്ടിലും നമ്മുടെ മണ്ഡലത്തിലും പ്രദേശത്തുമൊക്കെയുള്ള ഇടതുപക്ഷ സുഹൃത്തുക്കളുമായി നല്ല അടുപ്പമുള്ള ആളാണ്. പ്രത്യേകിച്ചും അവരുടെ യുവജന രംഗത്തും തൊഴിലാളി രംഗത്തുമുള്ള പ്രവർത്തിക്കുന്ന സാധാരണക്കാരുമായി തോളിൽ കയറ്റി നടക്കുന്ന ആളാണ്. ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലും തെരഞ്ഞെടുപ്പിന് മുൻപും ഇന്ന് ഉച്ചവരെയുമൊക്കെ PS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകും എന്ന് പ്രതീക്ഷിച്ച കുറേ ആളുകളുമായി കാണാനിടയായിട്ടുണ്ട്. ഇന്ന് പാർട്ടി യോഗം ചേരുന്ന അഖിലേന്ത്യാ കമ്മിറ്റി വരുമെന്നറിഞ്ഞ് നേതാക്കന്മാർ വരുമെന്നറിഞ്ഞ് പാർട്ടി സംസ്ഥാന നേതൃത്വ യോഗം ചേരുമെന്നറിഞ്ഞ് PS ഫ്ലക്സ് അടിച്ചു കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പോയ ചുമട്ടുതൊഴിലാളികളായ CIT സ്നേഹിതന്മാരെ എനിക്ക് നേരിട്ടറിയാം. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും കൂടുതൽ ആളെ കൂട്ടിയത് VS ആണെന്നും VS നാളെ ഒരു കൊല്ലമെങ്കിലും മുഖ്യമന്ത്രിയാകും. ആദ്യത്തെ ഒരു കൊല്ലം VS മുഖ്യമന്ത്രിയാകും. പിന്നത്തെ ആ ഒരു കൊല്ലം പിണറായി ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാകുമെന്ന് പറഞ്ഞു കേട്ട സഖാക്കളൊന്നും എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, എനിക്ക് അഭിപ്രായമില്ല. ഇത് ഉണ്ടായ ആളുകളുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച സ്വപ്നം കണ്ട, അത് പ്രതീക്ഷിച്ച, അതിനുവേണ്ടി പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴിക്കുക, അവരുടെ ജീവിതത്തിലെ പലതും പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച ഒരുപാട് സാധാരണക്കാരായ ആളുകൾ, കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ CPM-നുണ്ട്. അവരുടെ മനസ്സ് വ്രണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പാർട്ടി തന്നെ ഒരു പരിശോധന നടത്തണം. അതെ, അങ്ങനെയാണ് താങ്കൾ അക്കാര്യത്തെ കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുന്നത്. ശ്രീ PM മനോജ്, അതിനുള്ള ഒരു സാധ്യതയുണ്ടോ? അതായത് ഇങ്ങനെ പാർട്ടി പ്രവർത്തകരുടെ വികാരം വ്രണപ്പെടാനുള്ള സാധ്യത, ശാരീരിക വൈഷമ്യവും അനാരോഗ്യവും പ്രായവും ഒക്കെ കണക്കിലെടുത്ത് VS അച്യുതാനന്ദൻ ഒരു പ്രത്യേക റോളിലേക്ക് ഇനി കേരളത്തിൻ്റെ പാർട്ടിയുടെ വഴികാട്ടിയാകും എന്ന് പറയുമ്പോൾ ഈ VS അച്യുതാനന്ദനാണ് എല്ലാ ജില്ലയിലും ചെന്ന് തീവ്രമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കി വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്ന വിധത്തിലുള്ള ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കാഴ്ചവെച്ചത്. അതുകൊണ്ട് വോട്ട് ചെയ്ത ആളുകൾക്ക്, അതുപോലെ തന്നെ പാർട്ടിയുടെ അണികൾക്ക് ഇച്ഛാഭംഗം ഉണ്ടാകുമോ? അതാണ് ഞങ്ങളുടെ പാർട്ടിയും ശ്രീ TN പ്രതാപൻ്റെ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാ നേതാക്കളും ഇതിന് പ്രാപ്തരാണ് എന്ന് പാർട്ടി പ്രവർത്തകരും അണികളും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഖാവ് VS അച്യുതാനന്ദൻ മത്സരിച്ചതും പ്രചാരണത്തിൻ്റെ മുന്നണിയിൽ നിന്നതും അദ്ദേഹത്തെ ജനങ്ങൾ ശ്രവിച്ചതും ജനങ്ങൾ വിശ്വസിച്ചതും. സഖാവ് VSനെയും പാർട്ടിയെയും മാറ്റി നിർത്തുക എന്നത് CPIM-ൻ്റെ നയമല്ല, അത് സഖാവ് ശ്രീ TN പ്രതാപൻ്റെ പാർട്ടിയുടെ നയമാണ്. അതുകൊണ്ടാണ് ഈ ഉള്ളിലൊന്നും പുറത്ത് മറ്റൊന്നും എന്ന പെരുമാറ്റ രീതി അവർ അവലംബിക്കുന്നത്. ഞാൻ ഉദാഹരണം പറയട്ടെ. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, ഇൻ്റലിജൻസ് സംവിധാനങ്ങളെയൊക്കെ നയിക്കുന്ന ആളാണ്, വിവരമുള്ള ആളാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അദ്ദേഹം പറയുന്നു ഭരണ തുടർച്ചയുണ്ടാകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് പോലും ഈ ഫയൽ ചാക്കിലാക്കി കൊണ്ടുപോയിട്ടില്ല. എവിടുന്ന്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. സാധാരണഗതിയിൽ ഫലം വന്നാൽ അപ്പോൾ തന്നെ രാജിവെക്കേണ്ടത് ഇന്നാണ് രാജിവെച്ചത്. അപ്പോൾ ഇങ്ങനെ പറയുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നും എന്ന രീതിയിൽ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് തോന്നാവുന്ന സംശയമാണിത്. സഖാവ് VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിന് നൽകുന്ന ആദരവ്, അത് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചാൽ മാത്രമേ കിട്ടൂ എന്ന് ധരിക്കുന്ന ആളുകൾ CPIM-ലില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവിനെ കുറിച്ച് എന്താ വിശേഷിപ്പിച്ചത്? കേരളത്തിൽ ഫിഡൽ കാസ്ട്രോനാണ് ഉപയോഗിച്ചത്. ഈ അനുഭവം ആദ്യത്തല്ലല്ലോ. സഖാവ് ജ്യോതി ബാസു ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രായാധിക്യം, അദ്ദേഹം മാറി നിന്നു, പകരം ബുദ്ധദേവ് വന്നു. ഇങ്ങനെ ഇന്ത്യയിലെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. സഖാവ് EMS, അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് പ്രായം, അനാരോഗ്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് മാറ്റി. സഖാവ് VSനെയും സഖാവ് ജ്യോതി ബസുവിനെയും അതുപോലെ തിരുവനന്തപുരത്തേക്ക് മാറിയ EMSനെയും പാർട്ടി മൂലക്കിരുത്തതാണോ? അതുകൊണ്ട് ജനങ്ങൾക്ക് സഖാവ് EMSനെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ വികാരം ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. കരുണാകരനെ മാറ്റി നിർത്തിയപ്പോൾ കരുണാകരൻ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ആന്റണിയെ അങ്ങോട്ട് അയച്ചപ്പോൾ ഉമ്മൻചാണ്ടി കയറി സൂത്രം പ്രയോഗിച്ചു. സാധാരണ മനുഷ്യർക്കിടയിൽ കാണാത്ത നെറുകേടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. കേൾക്കാം.
മനോജേട്ടൻ ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഫിഡൽ കാസ്ട്രോയെ പോലെ പാർട്ടിക്ക് ഉപദേശം നൽകാനാണെങ്കിൽ പാവം VS എന്തിന് മത്സരിപ്പിച്ചു? അതേപോലെ EMS നമ്പൂതിരിപ്പാട് പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് വെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും പാർട്ടിയുടെ വലിയ ഉപദേശകനും സൈദ്ധാന്തികനുമായിരുന്ന ആളാണ്. പിന്നെ ഈ പാവത്തിനെ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമായിരുന്നു. ഒറ്റ ചോദ്യം കൂടി, ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ വർഗീയതയ്ക്കെതിരെയും ഭൂരിപക്ഷ വർഗീയ ഫാസിസത്തിനെതിരെ പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ BDJസുമായി വന്നപ്പോൾ VS അച്യുതാനന്ദൻ നെഞ്ചു വിരിച്ച് എടുത്ത സമീപനം, അത് മൈക്രോ ഫൈനാൻസിന്റെ തട്ടിപ്പിലടക്കമുള്ള VS അച്യുതാനന്ദന്റെ ചില സമീപനം, ആ സമീപനമെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഒരു ഗുണം വേറെ ഏത് പാർട്ടി നേതാവ് അങ്ങനെ കാണിക്കാൻ തയ്യാറായി? പിണറായി സഖാവ് കാണിക്കാൻ തയ്യാറായോ? ആരും തയ്യാറായോ? അപ്പോൾ പാവം VSനെ പ്രചാരകൻ മാത്രമാക്കിയാൽ മതിയായിരുന്നില്ലേ? ആ മലമ്പുഴയെ കൊണ്ടുപോയി, മലമ്പുഴ 46 ഡിഗ്രി ആയിരുന്നു ചൂട്, ആ ചൂട്ടത്ത് കൊണ്ടുപോയി പുള്ളിയെ മത്സരിപ്പിക്കണമായിരുന്നു EMSനെ പോലെ. അത് VS അച്യുതാനന്ദന്റെ ഒരു രാഷ്ട്രീയ ദൗത്യമല്ലേ ശ്രീ TN പ്രതാപൻ? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മൂർത്തമായ രാഷ്ട്രീയ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയത്തിലേക്ക് നയിക്കുക എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഒരു കമ്മ്യൂണിസ്റ്റായ VS അച്യുതാനന്ദൻ ഏറ്റെടുക്കേണ്ടേ? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ പോരെ? ഇതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, ശ്രീ PM മനോജ്. അതിനൊരു മറുപടി പറഞ്ഞിട്ട് നമുക്ക് മറ്റതിഥികളിലേക്ക് പോകണം. മത്സരിപ്പിക്കണോ? അല്ല, മനോജ് പറയുന്നതിന് മുമ്പ് ഞാനും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ ശ്രീ ANR, പറഞ്ഞോളൂ. എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ ബഹുമാനായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത് തീർച്ചയായും അവരുടെ പാർട്ടിക്ക് നിശ്ചയിക്കാം. പക്ഷെ ജനങ്ങൾ മുഴുവൻ കാണുന്ന ഒരു സംവിധാനമായതുകൊണ്ട് ജനങ്ങൾ സ്വാഭാവികമായി അഭിപ്രായ പ്രകടനം നടത്തും. അതുകൊണ്ട് അത് അവരുടെ പാർട്ടിയുടെ നയപരിപാടിയായിട്ട് ഞാൻ ഓഡിയോ കേൾക്കണില്ല. ശ്രീമാൻ മനോജ് സൂചിപ്പിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പാകെ ശ്രീമാൻ VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരുമല്ല അത് ആവശ്യപ്പെട്ടത്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കണേ, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഞങ്ങളല്ല. അല്ല, നിങ്ങൾ തമ്മിൽ സംസാരിക്കണം, ഞങ്ങൾ ആവശ്യമില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരോട് ചർച്ച നടത്താണ്ട് ഞങ്ങൾ ഇതിനെ വന്നിരിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്ക് TV ഓൺ ചെയ്താൽ പോലെ. അല്ലെന്നേ മനോജ്, ഇത് നിങ്ങളുടെ ദാക്ഷ്യമാണ്. ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ചർച്ചയിൽ പങ്കെടുക്കാൻ. നിങ്ങൾ തമ്മിൽ പറയാനുള്ള കേൾക്കാനല്ല. അല്ലല്ല, നിങ്ങൾ തമ്മിൽ ചോദ്യം പറച്ചിലും. മനോജ്, നിങ്ങൾ തന്നെ പറഞ്ഞു, മനോജ് നിങ്ങൾ തന്നെ സൂചിപ്പിക്കേണ്ടായി, ശ്രീമാൻ VS അച്യുതാനന്ദനെതിരായി അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്നാവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള യുവജന നേതാവായ ശ്രീമാൻ സ്വരാജാണ്, ഞങ്ങളാരുമല്ല. ആ സ്വരാജിനെ പിതൃശൂന്യൻ എന്ന് വിളിച്ചത് അച്യുതാനന്ദനാണ്, ഞങ്ങളാരുമല്ല. അച്യുതാനന്ദനെ ഈ ശ്രീമാൻ പിണറായി വിജയൻ തന്നെ പറയുന്നു ബക്കറ്റിലെ വെള്ളത്തോട് ഉപയോഗിക്കുന്നു. കഴിഞ്ഞ കാര്യങ്ങളല്ലേ താങ്കളുടെ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് ഒരു ചാനൽ മുറിയിലല്ല. ഒന്ന് നിങ്ങളാണ് തുടക്കം കുറിച്ചത് മനോജ്. എന്റെ തമ്മിലുള്ള വാദപ്രതിവാദം ഇതിന് മറുപടി പറയാതെ അല്ലല്ല. ശ്രീ AN രാധാകൃഷ്ണൻ, ഇനി ശ്രീ PM മനോജ് മറുപടി പറയട്ടെ. അദ്ദേഹത്തെ മറുപടി പറയാൻ അനുവദിക്കൂ, ദയവായി കേൾക്കൂ. അല്ലല്ല, ഈ കോൺഗ്രസ് BJP ഐക്യം ഇവിടെ വേണ്ട. എല്ലാവർക്കും അറിയാം നിങ്ങൾ ബംഗാളൊന്നുമല്ല നമ്മുടെ വിഷയം, ബംഗാളൊന്നുമല്ല വിഷയം. ശ്രീ AN രാധാകൃഷ്ണൻ ഇവിടെ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങൾക്ക് ശ്രീ PM മനോജ് മറുപടി പറയട്ടെ. നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകണം. ശ്രീ PM മനോജ് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ താങ്കളുടെ മറുപടി. അല്ല, അല്ലല്ല, പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ശ്രീ TN പ്രതാപനും AN രാധാകൃഷ്ണനും ഒരു കാര്യം ബോധ്യമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM അതിന്റെ നേതൃത്വം ഭിന്നതകളില്ലാതെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിറങ്ങിയതുകൊണ്ട് ഇവർക്ക് വലിയ ക്ഷീണം പറ്റി. സഖാവ് VS 92-ാം വയസ്സിൽ ഇദ്ദേഹം പറഞ്ഞ 45 ഡിഗ്രിയാണ്, 42-41 ഡിഗ്രി ചൂടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരെ ജനങ്ങൾ വിശ്വസിക്കും. ഇവരെ പോലെയല്ല ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങല്ല. അതുകൊണ്ട് ജനങ്ങൾ വിശ്വസിച്ചു. രണ്ട് മുഖ്യമന്ത്രിമാർ
ഇവര് തോറ്റു എന്ന് പറഞ്ഞാൽ ദയനീയമായി തോറ്റു. ഈ കേരളത്തിൽ തോറ്റതിന്റെ ചൊരുക്ക് വി എസും പിണറായിയും വി എസും പാർട്ടിയും ഇങ്ങനെ രണ്ടും ദ്വന്ദ്വം തീർത്ത് ഉണ്ടാക്കാൻ നോക്കി. അത് ഭംഗിയായി പാർട്ടി പൊളിച്ചു. ഇപ്പൊ സങ്കടത്തിലാണ്. അവിടെ പ്രതാപന്റെ പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവ് ആരാവണമെന്ന് തർക്കം നടക്കുകയാണ്. ഇവിടെ ഈ കുമ്മനം ജയിക്കാതെ രാജഗോപാലൻ ജയിച്ചതിന്റെ സങ്കടത്തിൽ നിൽക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പാർട്ടി. ഈ പാർട്ടി വോട്ട് കച്ചവടം നടത്തിയപ്പോൾ മാറിപ്പോയി. നടത്തിയ വോട്ട് കച്ചവടവും കൊടുത്ത ഹെലികോപ്റ്ററും, ഈ ഹെലികോപ്റ്റർ ഒരുപാട് പൈസ ഉണ്ടല്ലോ, ഈ ഹെലികോപ്റ്ററും കൊണ്ട് അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി പ്രതാപനും രാധാകൃഷ്ണനും ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയല്ലോ. നമ്മുടെ വിഷയം ഒരു നവകേരള സൃഷ്ടിക്ക് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന് കഴിയുമോ എന്നുള്ളതാണ്. ആ വിഷയത്തിലേക്ക് പോകാൻ ഇനിയും കുറച്ചു ദൂരം കൂടി ചെല്ലേണ്ടതുണ്ട്. ശ്രീ NP ചെക്കുട്ടി, VS അച്യുതാനന്ദന്റെ റോൾ വളരെ പ്രധാനമാണ്. അദ്ദേഹം ഫിദൽ കാസ്ട്രോ എങ്ങനെയാണോ ക്യൂബയിൽ അദ്ദേഹത്തിന്റെ റോൾ വഹിക്കുന്നത്, അതുമാതിരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചായാലും സർക്കാരിനെ സംബന്ധിച്ചായാലും ഉപദേശങ്ങൾ നൽകുമെന്ന് സീതാറാം യെച്ചൂരി വിശദീകരിക്കുന്നു. അങ്ങനെ VS അച്യുതാനന്ദനെ സംബന്ധിച്ച് കഴിയുമോ? അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹവും പാർട്ടിയും തമ്മിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. VS അച്യുതാനന്ദൻ ഒരു മാർഗനിർദ്ദേശകനാകാൻ, ഒരു വഴികാട്ടിയാകാൻ, ഒരു ആ പദവി വഹിക്കാൻ ഫലപ്രദമായി സാധിക്കുമോ? അതല്ല എങ്കിൽ VS അച്യുതാനന്ദനെ ഏതെങ്കിലും തരത്തിലൊരു ബിംബമാക്കി അവിടെ ഇരുത്തുക എന്നതിനപ്പുറത്തുള്ള പ്രാധാന്യം അതിനുണ്ടോ? നമ്മൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ, ഭാവി കേരളത്തിൻ്റെ താല്പര്യങ്ങൾ ഒക്കെ നോക്കിക്കൊണ്ട് വേണം ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ. അല്ലാണ്ട് ഇത് ഏതെങ്കിലും വ്യക്തികളുടെ അധികാരാരോഹണവും അല്ലെങ്കിൽ അവരുടെ അധികാരത്തിൻ്റെ പദവികളും മാത്രമല്ല. ഇത് ഒരു സമൂഹത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മുടെ വികസനത്തെ സംബന്ധിച്ച്, നമ്മുടെ വികസന സമീപനങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ രണ്ട് തരത്തിലുള്ള വീക്ഷണമുണ്ട്. അത് നമുക്കില്ല എന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന് 70കളിൽ ഇവിടെ സൈലന്റ് വാലി പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് അത് വളരെ അർജന്റായിട്ട് പെട്ടെന്ന് വേണ്ടതാണ്, അതിപ്പോൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു സമീപനത്തിനോട് ഇപ്പം നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഭാവിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നാം നിലപാടുകൾ എടുക്കണം. അപ്പോൾ VSനെ പോലുള്ളൊരു നേതാവ് ഒരു 10-70 വർഷക്കാലത്തെ പൊതുജീവിതത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. കേരളത്തിന്റെ ദീർഘകാലത്തെ നമ്മുടെ വികസനത്തിന്റെയും നമ്മുടെ മുന്നോട്ടുള്ള പുരോഗതിയുടെയും ഓരോ ഘട്ടങ്ങളും അദ്ദേഹം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാടുകളിൽ, സർക്കാർ എടുക്കുന്ന നയനിലപാടുകളിൽ തെറ്റു വന്നാൽ അത് തിരുത്താനും അത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശവും അതിന്റെ ഒരു അനുഭവബോധമുള്ളവരാണ്. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ VS എടുത്തിട്ട് രാഷ്ട്രീയ സമീപനങ്ങൾ മാത്രമല്ല, വികസനത്തെ സംബന്ധിച്ച്, കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ സംബന്ധിച്ച്, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം വ്യത്യസ്തമായിട്ട് കുറേയേറെ ഉന്നതമായിട്ടുള്ള നിലപാടുകൾ അയാൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ്. കാരണം ഏറ്റവും അധസ്ഥിതമായ അനുഭവങ്ങളിൽ നിന്ന് ആണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ കർഷക തൊഴിലാളി എന്ന നിലയിലാണ്. അപ്പോൾ ഈ തരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു എൽഡർ സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിൽ കേരളത്തെ നയിക്കാനും കേരളത്തെ ശരിയായ പാതയിൽ നയിക്കാനുള്ള ഒരു കാപ്പബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഫിഡൽ കാസ്ട്രോയേക്കാൾ കൂടുതലായിട്ട് നെൽസൺ മണ്ടേലയുമായിട്ട് താരതമ്യപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. കാരണം മണ്ടേലയെ പോലെ തന്നെ ദീർഘകാലത്തെ രാഷ്ട്രീയ അനുഭവങ്ങൾ, ജയിലനുഭവങ്ങൾ മാത്രമല്ല, അദ്ദേഹം അധികാരത്തിൽ മാറി നിന്നതിന് ശേഷം പിന്നീട് വന്ന പ്രസിഡന്റിന് പലപ്പോഴും അദ്ദേഹം തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ചെയ്തത്. ആ നിലയിൽ കേരളത്തെ അദ്ദേഹം സേവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനുള്ള ദീർഘമായ അനുഭവ പാരമ്പര്യവും രാഷ്ട്രീയ ബോധവും പുതിയ സ്ഥിതികളുള്ള ഒരു തരത്തിലുള്ള ബന്ധവും അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായും. ശ്രീ PM മനോജ്, VS അച്യുതാനന്ദന്റെ റോൾ എന്താണ്? അദ്ദേഹം എങ്ങനെയാണ് ഒരു മാർഗനിർദ്ദേശകനായി പ്രവർത്തിക്കുക? അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ അദ്ദേഹവും പാർട്ടിയും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നുവല്ലോ. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു മാർഗനിർദ്ദേശകന്റെ റോളിൽ ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ സാധിക്കുക? അതല്ലാതെ ഇപ്പോൾ BJP കഴിഞ്ഞ കേന്ദ്രഭരണം നേടിയപ്പോൾ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഒക്കെ ഇരുത്താൻ വേണ്ടി ഒരു മാർഗനിർദ്ദേശക് മണ്ഡൽ ഉണ്ടാക്കിയതുപോലെ ഒരു സംവിധാനം ഉണ്ടാക്കി VS അച്യുതാനന്ദനെ അവിടെ ഇരുത്തുക മാത്രമാണോ ഉണ്ടാവുക, അതോ അദ്ദേഹത്തിന് ക്രിയാത്മകമായ റോൾ ഉണ്ടാകുമോ? BJPയുടെ അനുഭവവുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ
വാജ്പേയിയെ അദ്ദേഹം അസുഖബാധിതനായിട്ട് കിടപ്പിലാണെന്ന് തോന്നുന്നു. അദ്വാനിയെ കാണാനില്ല. അത് മറ്റൊരു തരത്തിൽ മാർഗനിർദ്ദേശക മണ്ഡൽ എന്ന് പറഞ്ഞാൽ ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്താനുള്ള ഏർപ്പാട് എന്നാണ് അതിൻ്റെ മലയാളം. അത് വേറെ ഒരു ഭാഗത്ത് പോട്ടെ. സഖാവ് VS ഇന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഇപ്പോൾ നിയമസഭാ സാമാജികനാണ്. നിലവിൽ ഇതുവരെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തെ ഏത് തരത്തിൽ പരിഗണിക്കണം എന്നത് ഇനി വരേണ്ടതാണ്. പക്ഷേ സഖാവ് VS ആണ് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിച്ചത്. അത് വളരെ കൃത്യമാണ്. പാർട്ടിയെ സഖാവ് VS ഉൾപ്പെടെയുള്ള നേതൃത്വമാണ് നയിക്കുക എന്ന് ഞങ്ങൾ രഹസ്യമാക്കി വെച്ചതല്ലല്ലോ. സഖാവ് VS കേരളത്തിൽ മലമ്പുഴയും പോയി പ്രസംഗിച്ചു, അല്ല പിന്നെ ധർമ്മടത്തും പോയി പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അനുവദിക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രചാരണം നടത്തി. ഇതുവരെ പ്രതിപക്ഷ നേതാവുമാണ്. ഇനി അദ്ദേഹത്തെ എങ്ങനെ ആദരിക്കും എന്നതാണ് വിഷയം. അത് പാർട്ടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇപ്പോൾ അദ്ദേഹം മണ്ടേലയുടെ കാര്യം പറഞ്ഞു, ദെങ് സിയാവോപിങ്ങിൻ്റെ കാര്യമുണ്ട്, അതുപോലെ ജ്യോതി ബസുവിൻ്റെ അനുഭവമുണ്ട്. ജ്യോതി ബസു ബുദ്ധദേവിന് സ്ഥാനമേൽപ്പിച്ച് അദ്ദേഹം കൃത്യമായി ആ സംസ്ഥാനത്തെ ഭരണത്തെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം അത് ഭരണാധികാരത്തിലുള്ള ആളുകൾ, അല്ലാതെ പിന്നെ പ്രതിപക്ഷത്ത് അല്ല പിന്നെ സംഘടനാ രംഗത്തുള്ള ആളുകളുണ്ട്. ആരൊക്കെയാ അത്? സഖാവ് EMSൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു, സഖാവ് സുർജിത്തിൻ്റെ അനുഭവം. മരണം വരെ കേന്ദ്ര കമ്മിറ്റിയിൽ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ്. 80 വയസ്സ് വരെയാണ് സാധാരണ കേന്ദ്ര കമ്മിറ്റി അംഗത്വം. അത് കഴിഞ്ഞാൽ പ്രത്യേക ക്ഷണിതാവായി ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് സഖാവ് VS. പലപ്പോഴും CPIMനകത്ത് ഈ ഇവരുടെ പോലെ സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള പോലെയുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറില്ലെങ്കിലും CPIMനകത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ പാർട്ടിയല്ലേ, ജീവിക്കുന്ന ആളുകളുടെ പാർട്ടിയല്ലേ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളെ നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ മാറ്റിവെക്കുക എന്ന ശീലവും കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അപസ്വരവുമില്ല. അതേതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു അപസ്വരം നമ്മൾ കേട്ടോ? ഒരു അപസ്വരവുമില്ലാതെ തെരഞ്ഞെടുപ്പിൽ പല പ്രകോപനങ്ങളും ഉണ്ടായിട്ടും അപസ്വരമില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് ഇത്രയും ഗംഭീരമായ വിജയം നേടാനും കഴിഞ്ഞത്. ആ വിജയത്തിൻ്റെ ശോഭ കെടുത്താൻ ഈ പറഞ്ഞ പോലെ ബഹളവും ഇതുപോലെയുള്ള ശാപവചനങ്ങളും ഇതുപോലെ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയും വ്യാമോഹവും ഒക്കെ ഉണ്ടാവും. നമ്മൾ അതല്ല ചർച്ച ചെയ്യേണ്ടത്. താങ്കളുടെ അഭിപ്രായം തുടരുക. ശ്രീ TN പ്രതാപൻ, ഇപ്പോൾ കഴിഞ്ഞ തവണ 2006 മുതലുള്ള 5 വർഷത്തെ ഭരണത്തിൻ്റെ നല്ല ഓർമ്മകളും അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളും തീർച്ചയായും ഇപ്പോൾ ഇനി പുതുതായി വരുന്ന ടീമിനും ഉണ്ടാകുമല്ലോ. ടീം ലീഡറായി പിണറായി വിജയൻ വരുന്നു, പുതിയ ടീം അംഗങ്ങൾ വരുന്നു, VS അച്യുതാനന്ദന് വേറൊരു റോൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ മുൻപ് എന്താണോ സംഭവിച്ചത് അത് സംഭവിക്കാത്ത തരത്തിൽ കൂടുതൽ പ്രായോഗികമായി ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ആളല്ലേ പിണറായി വിജയൻ? തീർച്ചയായിട്ടും. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞു വ്യക്തിപരമായി എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 93 വയസ്സായ ശ്രീ VSന് അദ്ദേഹം ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാനുള്ള മൈൻഡ് സെറ്റ് അദ്ദേഹത്തിന് കുറവാകുമെന്നാണ് എന്നെ പോലെയുള്ള ആളുടെ വിശ്വാസം. 50 വയസ്സ് പിന്നിട്ട് എന്നെ പോലുള്ള ആളുടെ വിശ്വാസം. പിണറായി വിജയൻ തന്നെയാണ് ഒരുപക്ഷെ കാലത്തിനനുസരിച്ച് വായിക്കാൻ കഴിയുന്ന ഇന്നത്തെ നേതാവ്, അല്ലെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകളാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈ ഗവൺമെൻറ്റിൽ ഈ പുതിയ തലമുറ ആഗ്രഹിക്കുന്ന രീതിയിലും പുതിയ സമൂഹം ആഗ്രഹിക്കുന്ന രീതിയിലും മാറിയ ലോക സാമൂഹ്യ സാഹചര്യത്തിനനുസരിച്ച് മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്യപ്പെടുന്നതിന് ഒരു പുതിയ നവകേരളത്തിന് വേണ്ടി തന്നെയുള്ള ആശയം തീർച്ചയായിട്ടും വേണം. അതിന് 93 വയസ്സായ VSനെ പോലുള്ള ആരോഗ്യം, ബ്രെയിൻ ഫെയ്ഡായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, എത്ര ഉദിച്ചു നിൽക്കുന്ന സൂര്യനായാലും അസ്തമിക്കാൻ പോണ നേരത്ത് അതിനൊരു ബ്രെയിൻ ഫെയ്ഡ് ഉണ്ട്. ആ ഒരു ബ്രെയിൻ ഫെയ്ഡ് സ്വാഭാവികമാണ്. ഇതൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് CPMൻ്റെ ഈ തീരുമാനപ്രകാരം പിന്നെ പിണറായി വന്നാൽ കുറെ മാറും. പക്ഷെ നമുക്കൊരു ചില ആശങ്ക പങ്കുവയ്ക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പിണറായി വിജയനെ പോലുള്ള ആള് അദ്ദേഹം ഈ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് നടത്തിയ നവകേരള യാത്രകളുമായി ബന്ധപ്പെട്ട് വിദേശത്തും സ്വദേശത്തും ഒക്കെ നടത്തിയ പല ഡിബേറ്റുകളും ഡിസ്കഷനും ഒക്കെ അതിനെടുത്ത് വന്ന് പല രീതിയിലുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ആ സമ്മർദ്ദ ഗ്രൂപ്പുകളൊക്കെ എത്രമാത്രം ആ സമ്മർദ്ദ ഗ്രൂപ്പുകൾ അതിജീവിക്കാൻ അങ്ങനെ ഒരു സംശയം നമുക്ക് ഇനി സമയ ചുരുക്കമുണ്ട്. ശ്രീ AN രാധാകൃഷ്ണൻ, വളരെ ചുരുക്കി, ഇതിപ്പോൾ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് നടപ്പാക്കുക എന്നുള്ളതല്ലല്ലോ. പഠന കോൺഗ്രസ് നടത്തി കേരളത്തിനൊരു വികസന പരിപ്രേക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് CPIM. അതിന്റെ നടത്തിപ്പിനാണ് ഒരു ടീമും അതിന്റെ ലീഡറും വരുന്നത്. അതിൽ വ്യക്തിക്ക് അമിതമായ പ്രാധാന്യമില്ലല്ലോ. ബഹുമാനായ ശ്രീമാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിനോട് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്ക്
എതിരഭിപ്രായമൊന്നുമില്ല. അത് സ്വാഭാവികമായി ആ സംഘടനയുടെ കാര്യമാണ്. പലപ്പോഴും വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ബഹുമാനായ VS അച്യുതാനന്ദനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തിയത്. നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ സാധാരണഗതിയിൽ കല്യാണത്തിന് വരുമ്പോൾ ചിലപ്പോൾ അനിയത്തിയെ കാണിച്ച് ചേച്ചിയെ കല്യാണം കഴിച്ചു കൊടുക്കാറുണ്ട്. ഏതാണ്ട് അതുപോലെ ജനങ്ങളുടെ മുമ്പാകെ മുഴുവൻ എല്ലാ ഭാഗത്തും ശ്രീമാൻ VS അച്യുതാനന്ദനെ കൊണ്ടുപോയി അച്യുതാനന്ദനെ ഉയർത്തിപ്പിടിച്ച് ജനങ്ങളെ കൂട്ടി ഏതൊരു ഭാഗത്ത് പതിയിരിക്കുന്ന പോലെയാണ് ശ്രീമാൻ പിണറായി വിജയൻ ഇരുന്നിരുന്നത്. പെട്ടെന്നൊരു തിരശ്ശീല മാറ്റി രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ പല വിഷയങ്ങളോടുള്ള സമീപനവും അദ്ദേഹം ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളും ഒക്കെ കേരളത്തിന് മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് നല്ലൊരു കേരളം ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി എന്നുള്ള നിലയ്ക്ക് ശ്രീമാൻ പിണറായി വിജയനിൽ നിന്ന് പഴയ കാലങ്ങളിൽ നിന്ന് ഈ സെക്രട്ടേറിയറ്റിലേക്ക് അകത്തേക്കുള്ള ദൂരത്തിനകത്ത് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു എന്ന ഒരു അല്ലെങ്കിൽ ഒരു സാമാന്യ മര്യാദയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വാക്കാണ് ഞാനതിലെ കാണുന്നത്. അദ്ദേഹത്തിൽ നിന്ന് നല്ലതാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ PM മനോജ്, സമയ ചുരുക്കമുണ്ട്. ഒന്ന്, പിണറായി വിജയൻ കാർക്കശ്യം കൈവടിയേണ്ടതുണ്ടോ? രണ്ട്, ഇവിടെ ശ്രീ TN പ്രതാപൻ പറയുന്നു അദ്ദേഹത്തിന്റെ നവകേരള മാർച്ചുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദ ശക്തികളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന്. അങ്ങനെയൊന്നുണ്ടോ? ഈ ഭരണത്തിൽ നിങ്ങൾ മുൻപോട്ട് വെച്ച വികസന പരിപ്രേക്ഷ്യത്തിന് അപ്പുറത്തുള്ള എന്തെങ്കിലും സ്വാധീനമോ സമ്മർദ്ദമോ ഉണ്ടാകുമോ? എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ TN പ്രതാപനായാലും AN രാധാകൃഷ്ണനായാലും കാണിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ CPIM-ന്റെ സമുന്നത നേതാവായ സഖാവ് VS-നോട് ഇവർ രണ്ടുപേരും കാണിക്കുന്ന സ്നേഹത്തോട് ഞാൻ കൃതജ്ഞത ആദ്യം രേഖപ്പെടുത്തട്ടെ. കാരണം കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ്. രണ്ടാമത്, ഈ നവകേരള മാർച്ച് എന്ന് പറയുന്നത് രഹസ്യമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് പതിയിരുന്നിട്ട് ചാടി വീണതല്ല. അത് ജനുവരി 15 മുതൽ ഫെബ്രുവരി 15 വരെ തുടർച്ചയായി കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം ശംഖുമുഖത്ത് അവസാനിപ്പിച്ച ഈ കോൺഗ്രസിന് ഒരു കാലത്ത് സ്വപ്നം കാണാൻ പറ്റാത്ത വലിയ ബഹുജന മുന്നേറ്റമാണ്. അവിടെ ഒരു രഹസ്യമല്ല. അവിടെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ, ആ ജനങ്ങളുടെ പ്രതികൾ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, വ്യാപാര വാണിജ്യ രംഗത്ത് ഇടപെടുന്ന ആളുകൾ, ഇവരൊക്കെ ആയിട്ടാണ് ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. അതിന് കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുന്ന ആളുകൾ പോലും അവിടെ വന്ന് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഒരുപാട് കോൺഗ്രസ്സുകാർ വന്നിട്ടുണ്ട്. ഇവരൊക്കെ സമ്മർദ്ദ ഗ്രൂപ്പുകളാണ് എന്ന് പറഞ്ഞ ഈ സമ്മർദ്ദ ഗ്രൂപ്പിനെ മാത്രം കണ്ട് ശീലിച്ച് അവരുടെ തിട്ടൂരങ്ങൾ മാത്രം നടപ്പാക്കി അതിന് പകരം കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് അതൊക്കെ തോന്നും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിന് കിട്ടില്ല. കേരളത്തിൻ്റെ ഓരോ മേഖലയിലും, അതായത് കാസർഗോഡ് എൻഡോസൾഫാൻ പ്രശ്നം മുതൽ തിരുവനന്തപുരം അവസാനം കൊല്ലം ജില്ലയിലെ പര്യടനം, അവിടെ ശാസ്താംകോട്ട കായൽ നികന്നു പോകുന്ന പ്രശ്നം, അതുമാത്രമല്ല മൺട്രോ തുരുത്ത്, ഇങ്ങനെ ജനങ്ങളും നാടും ഭൂമിയും അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും കണ്ടറിഞ്ഞ് അത് അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ചോദിച്ച് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ജനമുന്നേറ്റ യാത്രയെ സമ്മർദ്ദ ഗ്രൂപ്പ്, ശരിയാണ്, ഈ മൺട്രോ തുരുത്ത് താണു പോകുന്ന സമ്മർദ്ദം അത് ചെലുത്തുന്ന ഗ്രൂപ്പ്, അത് പരിസ്ഥിതിക്ക് വിഘാതമുണ്ടാക്കുന്ന ആളുകളാണ്. അവർക്കെതിരായിട്ടൊക്കെ സംസാരിക്കും. അല്ലാതെ ഈ TN പ്രതാപൻ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ ഭൂമാഫിയ എന്ന ആരോപണം ഉന്നയിച്ചതുപോലെ ഒരവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവില്ല. അതുണ്ടാവാൻ ആരും അനുവദിക്കുകയില്ല. നമുക്ക് വിശാലമായ തർക്കങ്ങളിലേക്ക് പോകാൻ സമയമില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ PM മനോജ്, ശ്രീ K വേണു, ശ്രീ NB ചേക്കുട്ടി, ശ്രീ TN പ്രതാപൻ, ശ്രീ AN രാധാകൃഷ്ണൻ. എന്തായാലും പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാവുകയാണ്. ബുധനാഴ്ചയായിരിക്കും സത്യപ്രതിജ്ഞ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിണറായി വിജയന്റെ ടീമിൽ ആരൊക്കെ എന്നുള്ളത് നമ്മൾ വരും ദിനങ്ങളിൽ അറിയാനിരിക്കുന്നു.